അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്കേവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നമുക്കേവർക്കും സന്തോഷവും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കിന്ന് ഒരു ഇടപെടലാണ് നടത്താനുള്ളത്. അത് മറ്റൊന്നുമല്ല, എന്നെ പോലെ ചിന്തിക്കുന്ന ഒട്ടനവധി പേരെ വളരെയധികം ദുഃഖിപ്പിച്ച ഒരു വാർത്തയാണ് ഈ അടുത്തൊരു ദിവസം വന്ന ഒരുപാട് വാർത്തകൾ ഇപ്പോൾ അധികവും ദുഃഖമാണ് നൽകുന്നത്. സന്തോഷം നൽകുന്ന വാർത്തകൾ കുറവാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ദൈനംദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യത്യസ്തങ്ങളായ വാർത്തകളിൽ 90% ദുഃഖം നൽകുന്ന, പ്രയാസം നൽകുന്ന, പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത വാർത്തകളാണ് നൽകുന്നത്. 10% മാത്രമാണ് ആശ്വാസകരവും സന്തോഷകരവുമായ വാർത്തകൾ നൽകപ്പെടുന്നത്. ഈ അടുത്ത് 2 തരം വാർത്തകൾ എൻ്റെയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിലൊന്ന് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിലൊരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. 2 മീഡിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വാർത്തകളാണ്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ദൈനംദിനം അതിക്രൂരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കപ്പെടേണ്ടവർ നോക്കുകുത്തികളായി അത്തരം കാര്യങ്ങൾക്ക് മുമ്പിൽ മൗനം ദീക്ഷിക്കുമ്പോൾ അനുദിനം ഇതൊക്കെ വർദ്ധിച്ചു വരികയല്ലാതെ കുറയുകയില്ല. ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിൽ അതീവ ദുഃഖകരമായ ഒന്ന്, മനുഷ്യാവകാശ ധ്വംസനങ്ങളെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നടന്നാലും ചൂണ്ടിക്കാട്ടുന്ന ഒരു ഇൻ്റർനാഷണൽ മനുഷ്യാവകാശ പ്രസ്ഥാനമായിരുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണൽ അതിൻ്റെ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. വല്ലാത്ത ദുഃഖമാണ് ആ വാർത്ത നമുക്ക് സമ്മാനിച്ചത്. നമുക്കൊക്കെ അറിവായ കാലം മുതൽ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തനങ്ങളെ മീഡിയകളിലൂടെ കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇറാഖ് പോലെയുള്ള, സിറിയ പോലെയുള്ള, അമേരിക്ക പോലെയുള്ള, ചൈന പോലെയുള്ള പല രാജ്യത്തു നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ, മനുഷ്യർ വേട്ടയാടപ്പെടുന്നതിനെതിരിൽ ഇന്നുവേണ്ട മനുഷ്യനോട് മനുഷ്യർ തന്നെ നടത്തുന്ന അല്ലെങ്കിൽ ഭരണകൂടം നടത്തുന്ന ക്രൂരതകളെ പലപ്പോഴും അവർ അനാവരണം ചെയ്തിട്ടുണ്ട്. പലർക്കും അത് അപ്രിയ സത്യങ്ങളായേക്കാം, പക്ഷെ അവരതിനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കപ്പെടുക എന്ന താല്പര്യത്തിനപ്പുറത്ത് മറ്റു പ്രത്യേക താല്പര്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ആ ഒരു കൂട്ടായ്മ 1961 ലണ്ടനിൽ രൂപം കൊള്ളുകയും ലണ്ടൻ കേന്ദ്രീകൃതമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഒരു സ്വതന്ത്ര മനുഷ്യാവകാശ പ്രസ്ഥാനമാണ്, സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഈ സമീപകാലങ്ങളിലെ ഒട്ടനവധി കാര്യങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട്. ഒട്ടനവധി കാര്യങ്ങളിൽ അവരുടെ റിപ്പോർട്ടിംഗ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ചില ഇടപെടലുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്ന മനുഷ്യർക്കെതിരെ ക്രൂരതകൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പല മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഇവർ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ്. അഥവാ മനുഷ്യരുടെ സ്വതന്ത്രമായ മുമ്പോട്ടുള്ള സഞ്ചാരത്തിന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലെയുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണ് എന്നുള്ളത് അടിവരയിടേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് അവർ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ഭരണമാറ്റം, ഇവിടെ ആര് ഭരിച്ചാലും ഒരു പ്രത്യേക രീതിയിലാണ് ഭരണം പോകുന്നത്. ആര് ഭരിച്ചാലും പൂർണ്ണമായും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസൃതമായിട്ടും ഭരണഘടനയ്ക്കനുസൃതമായിട്ടും പൂർണ്ണമായും അതിൽ ഊന്നിയുള്ള ഒരു ഭരണമൊന്നും ആർക്കും കാഴ്ചവെക്കാൻ കഴിയില്ല. അത് ഏത് പാർട്ടി വന്നാലും കഴിയില്ല. പരിമിതികളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ. ആ പരിമിതികളും
പരിധികളും ഒത്തിരി കടന്നു പോകുന്നു എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ദലിത് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന, സഹോദരിമാർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയാത്ത, മതചിഹ്നങ്ങൾ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയാത്ത, തൻ്റെ മുഖത്തുള്ള നമസ്കാര തഴമ്പ് നോക്കി അല്ലെങ്കിൽ ചന്ദനക്കുറി നോക്കി അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന കുരിശിൻ്റെ ചിഹ്നം നോക്കി ഇന്ന മതത്തിൻ്റെ വക്താവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഉന്മൂലനം നടത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? വലിയ ദുഃഖമുണ്ട് നമുക്കതിൽ. ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ തുറന്നു കാട്ടുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലെയുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളായിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മാനുഷിക മുഖമുള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉണ്ട്. എങ്കിലും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണലായിരുന്നു. അവരവരുടെ പ്രവർത്തനം നിർത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനപ്പുറം ദുഃഖിക്കുന്ന മനസ്സുകൾ വളരെ വലുതാണ്. എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. എന്നെപ്പോലെയാണ് ഞാൻ നിങ്ങളെയും കാണുന്നത്. നിങ്ങൾക്കും ഒരു ദുഃഖമുണ്ടായേക്കാം. എന്തുകൊണ്ടെന്നാൽ അതൊരു രാജ്യത്തിൻ്റെ ചുവടുമാറ്റങ്ങളെപ്പറ്റി പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷേ ആ ചുവടുമാറ്റങ്ങൾ എങ്ങോട്ടാണെന്ന് നമുക്കറിയാമല്ലോ. അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ് അവരുടെ പിന്മാറ്റം. അവർ പല രാജ്യത്തും പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിങ്ങൊന്നും എളുപ്പമല്ല. പല പ്രശ്നങ്ങളും അവർ മീഡിയകളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അതത്ര എളുപ്പമാണ് നമ്മളത് ധരിക്കരുത്. ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ അതിൻ്റെ പിന്നിൽ ആ പ്രസ്ഥാനത്തിനും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെയും പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുടെ പേരിലല്ല അവർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങിയത്. ഇന്ത്യൻ ജനത്തിൻ്റെ സമീപനം കൊണ്ടുമല്ല പിൻവാങ്ങിയത്. മറിച്ച് ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കൃത്യമായ അജണ്ടയുള്ള വേട്ടയാടൽ അസഹ്യമാവുകയും ഇനി ആ വേട്ടയാടലുകൾക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ കഴിയില്ല, ഒരല്പം പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാവുകയും ഇനിയും ഈ രാജ്യത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ പലതിനെയും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കഴിയാതെ അവകളൊക്കെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും എന്ന ഉത്തമമായ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഭരണകൂട ഭീകരതയുടെയും ഭരണകൂട വേട്ടയുടെയും സമീപകാലത്തെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ചിത്രീകരിക്കാവുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പിന്മാറ്റം എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. അത് വല്ലാത്തൊരു ദുഃഖമാണ് നമുക്കുണ്ടാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ നൽകുന്ന സംഭാവന കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ട് എല്ലാം സുതാര്യമാണ്. അവരുടെ കണക്കുകൾ സുതാര്യമാണ്, എല്ലാം സുതാര്യമാണ്. പക്ഷെ ഇവിടെ വിദേശ ഫണ്ട് അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവർ പിൻവാങ്ങി എന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ അടിവരയിടുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അവർ പറയുന്നത് പിൻവാങ്ങുന്നതിനുള്ള കാരണം സംഘടനയുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മോദി സർക്കാർ മരവിപ്പിച്ചു എന്നുള്ളത് ഒരു കാരണം അവർ ചൂണ്ടിക്കാണിക്കും. ഒരു പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ മറ്റ് ഇതര സാംസ്കാരിക പ്രസ്ഥാനം ഏതുമാകട്ടെ, അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഫണ്ടിങ് എന്ന് പറയുന്നത് അനിവാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഫണ്ട് വരുന്നത് ഇന്ത്യയിലെ 1 ലക്ഷത്തോളം ആൾക്കാർ നൽകുന്ന ഫണ്ടുണ്ട്, വിദേശത്തു നിന്ന് ഫണ്ടുകൾ വരുന്നുണ്ട്. അതെല്ലാം സുതാര്യമാണ്. അതിൻ്റെ റൂട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം. കാരണം അങ്ങനെ സുതാര്യമാക്കിയാൽ മാത്രമല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അവർക്ക് ഫണ്ട് വെട്ടിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ഗൂഢലക്ഷ്യങ്ങളല്ലല്ലോ. അവർക്ക് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കലാണല്ലോ. അതുകൊണ്ട് തന്നെ സുതാര്യമായിരുന്ന കാര്യങ്ങളെല്ലാം. എങ്കിലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഇത് അവരെ മുമ്പോട്ട് സഞ്ചരിക്കുന്നതിനും അല്ലെങ്കിൽ നാളിതുവരെ തുടർന്നു വന്ന പ്രവർത്തനങ്ങളിൽ വീണ്ടും മുമ്പോട്ട് പോകുന്നതിന് അവർക്ക് തടസ്സമായി. സ്വാഭാവികമാണ്. ഫാഷിസ ഭരണകൂടം എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവർ സ്വീകരിക്കാറുള്ള സമീപനമാണ് സാമ്പത്തിക ഉപരോധം. ഈ ഒരു സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടുകളെ മരവിപ്പിക്കുക എന്നുള്ളത്. അതോടുകൂടി അവർ മുമ്പോട്ട് സഞ്ചരിക്കാൻ പറ്റാതായി. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ്
ഈ രാജ്യത്ത് ഫണ്ട് ഉപയോഗിക്കുന്ന കൃത്യമായ നിയമമുണ്ട്, വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന കൃത്യമായ നിയമമുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം കൃത്യമാണ്. അതിൻ്റെ കണക്കുകൾ കൃത്യമായി കാണിച്ചു, അതിൻ്റെ കണക്കുകൾ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനോടൊപ്പം എന്തിനാണ് ഇത്തരത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്? ഇതൊരു കൃത്യമായ അജണ്ടയുടെ പിറകിലൂടെ നടന്ന കാര്യമാണ്. അവർ തന്നെ പറയുന്നുണ്ട്, അവരുടെ പല ഓഫീസുകളും, ബാംഗ്ലൂരിലെ ഓഫീസുകൾ റെയ്ഡ് ചെയ്തതും അനാവശ്യമായ റെയ്ഡിങ്ങും, അത് പ്രാധാന്യം അർഹിക്കാത്ത ചില രേഖകൾ ഭരണകൂടം കൊണ്ടുപോയതൊക്കെ അവർ പറയുന്നുണ്ട്. ഇല്ല, ഒരിക്കലും അവരുടെ ഭാഗത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയും. രണ്ടാമതായിട്ട് അവർ പറയുന്ന കാര്യം FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, കർശനമായി നിയന്ത്രിച്ചുകൊണ്ടുള്ള പുതിയൊരു ഭേദഗതി അവർ മോദി സർക്കാർ കൊണ്ടുവന്നു. ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്നവർ വിദേശ രാജ്യത്തുള്ളവരുടെ വിദേശത്തു നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കുമ്പോൾ അത് ഭരണകൂടം അറിയേണ്ടതുണ്ട്. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിനും സുരക്ഷിതത്വത്തിനും അപകടകരമാകുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. FCRA ആക്ട് അതൊക്കെ ആവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായ താല്പര്യങ്ങളോട് കൂടിയൊരു ഭേദഗതി വരുത്തുകയുണ്ടായി. ആ ഭേദഗതിയുടെ ലക്ഷ്യം ചിലരെയൊക്കെ നിയന്ത്രിക്കലാണ്. എന്തിനാണ് അവർ നിയന്ത്രിക്കാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ധൃതി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങളെ അനാവശ്യമായി ഒഴിവാക്കപ്പെടേണ്ടുന്ന പലതിനെയും കൂട്ടിച്ചേർത്ത് നിയമത്തിനെ കർക്കശമാക്കുന്നു എന്ന രൂപത്തിൽ ഭരണീയരെ തോന്നിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? നിങ്ങൾക്ക് പേടിയാണ്. ഇവർ സ്വതന്ത്രമായി സഞ്ചരിച്ചാൽ ഈ രാജ്യത്തിൻ്റെ പല മുഖങ്ങളും, ഈ രാജ്യത്തിൻ്റെ അപകടം നിറഞ്ഞ, ദയനീയത നിറഞ്ഞ പല മുഖങ്ങളും, നിങ്ങളുടെ ഭീകരമുഖങ്ങളും, നിങ്ങളുടെ ഫാഷിസ മുഖങ്ങളും, നിങ്ങളുടെ വേട്ടയാടൽ ചിത്രങ്ങളും തുറന്നു കാട്ടുമെന്നുള്ള ഭയമാണ് നിങ്ങൾ ഇത്തരത്തിൽ നിയമങ്ങളെ ഭേദഗതി ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് നിയമങ്ങൾ ഉണ്ടാകണം എന്നതിനോട് ആർക്കും എതിർപ്പില്ല, അതനിവാര്യമാണ്. പക്ഷേ അതിനപ്പുറത്ത് ചിലരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ചില നിയമങ്ങളെ കൊണ്ടുവരിക നിങ്ങളുടെ താല്പര്യത്തിനെതിരായതുകൊണ്ടല്ലേ? അവർ പറയുന്നു അതും നമ്മൾ പിന്മാറുന്നതിന് കാരണമാണ്. മൂന്നാമതായിട്ട് അവർ പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1 ലക്ഷത്തോളം ആൾക്കാർ ഇന്ത്യയിൽ അവർക്ക് സംഭാവന നൽകാറുണ്ടെന്ന്. അതിൽ പ്രമുഖരും എല്ലാവരും ഉണ്ട്. മനുഷ്യരെ അത്തരം പ്രവർത്തനങ്ങൾ സംഭാവന നൽകും, സ്വാഭാവികമാണ്. 2019 ആദായ നികുതി വകുപ്പ് ആംനസ്റ്റി കൃത്യമായി സംഭാവന നൽകാറുള്ള 30ഓളം പേർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇത് നിയന്ത്രണത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പാണ്. അവരുടെ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നവർ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് സംഭാവന നൽകുന്നവർക്ക് ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നോട്ടീസ് നൽകപ്പെട്ടിരിക്കുന്നു. ഈ നോട്ടീസ് അത്തരത്തിലുള്ള ആൾക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. അതും ആംനസ്റ്റി ഇൻ്റർനാഷണലിനെതിരിൽ ഒരു ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ എന്താണ് എന്ന് അവർക്ക് വായിച്ചെടുക്കാൻ അത് ധാരാളമാണ്. അവർ പറയുന്നു ഇതും നമ്മളെ ഇന്ത്യയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചു. അടുത്തതായിട്ട് അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുള്ളൂ, ചിലത് മാത്രമേ അവിടെ നോട്ട് ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് അവർ പറയുന്നത്, സമീപകാലത്ത് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിരുന്നല്ലോ കാശ്മീർ. ഒരു ഭരണകൂടം ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തിനെ കൈകാര്യം ചെയ്തൊരു രംഗമാണ് ഞാനും നിങ്ങളും കാശ്മീരിൽ കണ്ടത്. കാശ്മീർ താഴ്വര, ഭൂമി ലോകത്തെ സ്വർഗം, സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്ത് 370 എന്ന് പറയുന്ന ഭരണഘടന നൽകുന്ന പ്രത്യേകമായ ഒരു വകുപ്പുണ്ടായിട്ട് പോലും ആ പ്രദേശം പലപ്പോഴും അശാന്തമാണ്. പക്ഷേ ആ പ്രദേശത്തിന് ആ ഒരു നിയമം അനിവാര്യമാണ് എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നിരിക്കെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകമായ താല്പര്യം, ആ താല്പര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് 370 എടുത്തുമാറ്റിയത് അവിടെ ഇരിക്കട്ടെ, തുടർന്നുണ്ടായ
മാസങ്ങൾ നീണ്ടുനിന്ന ആ പ്രദേശവാസികളോടുള്ള പീഡനങ്ങൾ എത്ര വലുതായിരുന്നു. പീഡനങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ സ്വതന്ത്രമായ സഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തുക, മീഡിയകൾക്ക് വിലക്കേർപ്പെടുത്തുക, രാഷ്ട്രീയ പ്രമുഖർക്ക് അങ്ങോട്ട് പോകുന്നതിന് വിലക്കേർപ്പെടുത്തുക, ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുക, കാശ്മീരിലെ പ്രമുഖരെ വീട്ടുതടങ്കലിലാക്കുക, അധികമായി സൈന്യം റോന്തു ചുറ്റുക, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കാശ്മീരിനെ വരിഞ്ഞു മുറുക്കി. എനിക്കും നിങ്ങൾക്കും ആരും പറയാതെ തന്നെ അറിയാം, ഇത് ഈ രാജ്യത്തിനകത്തു നടന്ന ഒരു ജനത, ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു ജനതയെ, ആ ജനതയല്ല നമുക്ക് പ്രശ്നം, ആ ജനത ചവിട്ടി നടക്കുന്ന മണ്ണ് മാത്രമാണ് നമുക്ക് പ്രശ്നം, ജനത നമുക്ക് പ്രശ്നമല്ല എന്ന ഒരു സമീപനത്തോടു കൂടി ഒരു പ്രഖ്യാപിത അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം സ്വീകരിച്ച കിരാതമായ നടപടികളാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇതിനെയൊക്കെ അനാവരണം ചെയ്തുകൊണ്ട് ഇതിനെ തുറന്നു കാട്ടുന്നതിനും 2019 മുതൽ കേന്ദ്ര സർക്കാർ കാശ്മീരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ, മനുഷ്യാവകാശ ധ്വംസനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ, ചില ഡോക്യുമെൻ്ററികൾ അവർ തയ്യാറാക്കുകയും അത് പ്രദർശിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തു. ഇതിനെ ഭരണകൂടം തടഞ്ഞു. എന്തുകൊണ്ട് തടയുന്നു? എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനെതിരെ നിൽക്കണം? അതെ, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണത്. നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇന്ത്യൻ അതിർത്തികൾക്കപ്പുറത്തേക്ക് ഇതെത്തും, ചർച്ച ചെയ്യപ്പെടും, ഇന്ത്യക്കകത്ത് ചർച്ച ചെയ്യപ്പെടും. ആരും ഇത്തരം വിഷയങ്ങൾ അറിയാൻ പാടില്ല. നിങ്ങൾ അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ടും അധികാര പിൻബലത്തോടു കൂടിയും കാട്ടിക്കൂട്ടുന്ന ഇത്തരം ചെയ്തികൾ ചോദ്യം ചെയ്യപ്പെടരുത്, അതാരും അറിയരുത്, അത് രാജ്യത്തിൻ്റെ അതിർത്തികൾക്കകത്ത് പോലും ചർച്ചയാകരുത്, പിന്നെയല്ലേ രാജ്യാതിർത്തികൾക്കപ്പുറം. എന്തു ധാർഷ്ട്യമുള്ള നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ തന്നെ വളരെ വലുതാണ്, ഇതൊക്കെ തന്നെ ധാരാളമാണ്. അവർ പറയുന്ന അടുത്തൊരു കാരണം, 2020 ഫെബ്രുവരിയിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ ആസൂത്രിതമായി നടത്തപ്പെട്ട വർഗീയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 53 പേരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഈ കലാപത്തിനെ നിയന്ത്രിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള പോലീസ് സംവിധാനം ഇരകളോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ നീതിയോടൊപ്പം നിൽക്കുകയോ ചെയ്യുന്നതിന് പകരം കലാപത്തിന് തിരികൊളുത്തിയ കലാപകാരികളോടൊപ്പം പങ്കുചേർന്ന് കലാപത്തിൻ്റെ ആഘവും കലാപത്തിൻ്റെ വ്യാപ്തിയും കൂട്ടുകയാണുണ്ടായത് എന്ന റിപ്പോർട്ട്, ഒരു അന്വേഷണ റിപ്പോർട്ട് അവർ പുറത്തു കൊണ്ടുവന്നു. പോരെ, ആംനസ്റ്റി ഇന്റർനാഷണൽ കൊണ്ടുവന്ന ഈ റിപ്പോർട്ട് ഭരണകൂടത്തെ ചൊടിപ്പിച്ചു. അവർ പറയുന്നു, ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തെ തടയിടുന്നതിന് അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നതിന് ഭരണകൂടത്തിന് ധാരാളമായിരുന്നു. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ മീഡിയകൾ കണ്ടതാണ്. ഫെബ്രുവരിയിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന വംശീയ അതിക്രമത്തിൽ അക്രമികൾക്കൊപ്പം ചേർന്ന് പോലീസ് കല്ലെറിയടക്കമുള്ള വീഡിയോ തെളിവുകളുമായി ഡൽഹി സർക്കാർ രംഗത്തു വന്നതും അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അഥവാ 7ഓളം വീഡിയോകൾ ഡൽഹി സർക്കാരിൻ്റെ കയ്യിലുണ്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുണ്ട്. ആ 7ഓളം വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹി പോലീസ് 2020 ഫെബ്രുവരിയിൽ നടന്ന വടക്ക് കിഴക്കൻ ഡൽഹിയിലെ കലാപത്തിൽ, ആസൂത്രിതമായി നടത്തിയ കലാപത്തിൽ, ആ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരോടൊപ്പം ചേർന്ന് കലാപത്തിന് ഊർജം പകർന്നു എന്നുള്ളതും കലാപത്തിന് തിരികൊളുത്തി എന്നതിന് കലാപത്തിൻ്റെ വ്യാപ്തി കൂട്ടി എന്നുള്ളതും അതിലേക്ക് സൂചന നൽകുന്ന വീഡിയോകൾ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നു. ഡൽഹി ഭരണകൂടം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നേരത്തെ തുറന്നു കാട്ടിയത് ആംനസ്റ്റി ഇൻ്റർനാഷണലാണ്. അതുകൊണ്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ, ഒരു ഭരണകൂടത്തിന് നിയന്ത്രിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിന് മുമ്പിൽ അവർ വലിയൊരു ബാധ്യതയായി മാറി, അല്ലെങ്കിൽ അവർ ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു ഭരണകൂടവും നോക്കി നിൽക്കില്ല. അത് പ്രത്യേകിച്ച് ഫാഷിസ്റ്റ് ഭരണകൂടം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്നു എങ്കിൽ ഈ രാജ്യത്ത് നിരപരാധികൾ ജയിലടക്കപ്പെടുന്നുണ്ട്.
ജയിലടക്കപ്പെട്ട നിരപരാധികളെപ്പറ്റി ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടുന്നത് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളാണ്. 2018 മാത്രം രാജ്യദ്രോഹക്കുറ്റത്തിന് കേസെടുത്ത 70 പേർക്കെതിരെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെ തന്നെ പലരും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ ജയിലടക്കപ്പെട്ടവരെ പറ്റി നമ്മളൊന്ന് പഠിക്കുകയാണ് എങ്കിൽ, മനസ്സിലാക്കുകയാണ് എങ്കിൽ, കെട്ടിച്ചമച്ച കേസുകളിലൂടെ രാജ്യദ്രോഹ കുറ്റം, ദേശീയ സുരക്ഷാ നിയമം, നിയമവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമം തുടങ്ങിയവ ചുമത്തി വ്യക്തികളെ മാസങ്ങളോളം ജയിലിടുന്ന രീതി ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണെന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ തലസ്ഥാന നഗരിയിൽ നടന്ന വെബിനാറിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ റിപ്പോർട്ടാണ് മുമ്പിലേക്ക് വായിച്ചിരിപ്പിച്ചത്. 2018 മാത്രം രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കപ്പെട്ട 70ഓളം പേരുണ്ടെന്ന് അദ്ദേഹം ആ വെബിനാറിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ പൗരന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിനെ ധ്വംസിക്കുന്നതിനെതിരിൽ ശബ്ദിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ നിയന്ത്രിക്കുന്നവരുടെ ഭരണകൂടമേ, നിങ്ങൾ ഒരിക്കൽ കൂടി ലോകരാജ്യത്തിനു മുമ്പിൽ ഇന്ത്യയെ നിങ്ങൾ തകർത്തു കളഞ്ഞു. നിങ്ങളുടെ കൈകൾ ശുദ്ധമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സമീപനത്തിലേക്ക് നിങ്ങൾ പോയത്? ഞാനും എന്നെപ്പോലെയുള്ള ഈ ഇന്ത്യയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭരണമാണ്, അത് നടത്തിയാലും. പക്ഷേ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കൂ എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശ്രമിക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അവസ്ഥകളിൽ മൗനം അവലംബിക്കുന്നതിന് പകരം ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് ജനാധിപത്യ മര്യാദകളെയും ഭരണഘടന നൽകുന്ന അവകാശങ്ങളെയും ഭരണഘടനാ മര്യാദകളെയും ജനാധിപത്യ മര്യാദകളെയും രാജ്യ നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് അതിനെതിരിൽ നമ്മളെപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ശബ്ദങ്ങൾ, നമ്മുടെ മീഡിയകളിലൂടെയുള്ള സ്ക്രീനിലൂടെയുള്ള നമ്മുടെ ശബ്ദങ്ങൾ, ഇടപെടലുകൾ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തെ നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമായി തീർന്നേക്കാം. അല്ലെങ്കിൽ വരുന്നൊരു തലമുറയ്ക്ക് രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒരവബോധം സൃഷ്ടിക്കാനെങ്കിലും നമുക്ക് കഴിയും. പ്രപഞ്ചനാഥൻ നമ്മുടെ രാജ്യത്തിന് കൂടുതൽ സുരക്ഷിതത്വവും സമാധാനവും നൽകുമാറാകട്ടെ. പൗരന്മാർക്കെല്ലാം ആശ്വാസം നൽകുമാറാകട്ടെ. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ പിൻവാങ്ങലും ആ പ്രസ്ഥാനത്തിൻ്റെ പിൻവാങ്ങലും വളരെയധികം പ്രയാസങ്ങളും വേദനകളും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അള്ളാഹു അതിനൊക്കെ പരിഹാരം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.